നമസ്കാരം, ഞാൻ വിജയൻ വിന്യാസായി ആനേടി. ഇപ്പം ഞാൻ നിൽക്കുന്നത് നമ്മുടെ മലനട ഭാഗത്തുള്ള ഒരു ഷാപ്പിലാണ് നിൽക്കുന്നത്. ഈ ഷാപ്പിനൊരു ഒരു പ്രത്യേകതയുണ്ട്. പ്രത്യേകതയെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും രുചിച്ചറിയേണ്ട ഒരു പ്രത്യേകതയാണ്. ഇവിടെ വന്ന് പലപ്പോഴും വന്ന് ആ ടേസ്റ്റ് രുചിച്ചറിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഷാപ്പിനെ പറ്റി നമുക്ക് ചെറിയൊരു വീഡിയോ നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ നമുക്ക് ഷാപ്പിലോട്ട് പോയി അവരോട് എങ്ങനെയാണ് ഇവിടുത്തെ വിഭവങ്ങളൊക്കെ ഒന്ന് ചോദിക്കാം. നമസ്കാരം, പേരെന്തുവാ? എവിടെയാണ് സ്ഥലം? ഇപ്പോൾ ഇവിടെ വരാൻ കാരണം എന്തോ പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണം? നല്ല ഫുഡാണ്. എന്തൊക്കെയാണ് ഇവിടെ ഉള്ളതെന്ന് വല്ലതും അറിയാം? കപ്പയുണ്ട്, അപ്പം, ഇടിയപ്പം, പിന്നെ ചിക്കനുണ്ട്, കക്ക, കണവ, ഒരുപാട് പിന്നെ വെറൈറ്റി ഐറ്റങ്ങൾ കുറേ ഉണ്ടല്ലോ ഇവിടെ. അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട എന്തോ ഇവിടെ? കള്ളാണോ കപ്പയാണോ? പിന്നെ കണവ നല്ല സൂപ്പർ ഫുഡാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ വിഭവങ്ങളൊക്കെ ഒന്ന് കാണാം. കാരണം എന്തൊക്കെ കറിയാണ് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്? മീൻകറി, തലക്കറി. തലക്കറി എന്തോൻ്റെ തല? ഇത് കേരച്ചൂര. അപ്പോൾ അടുത്തത് ബീഫ് കറി, ബീഫ് ഫ്രൈ, കൊഞ്ച്, നാടൻ കോഴി, പൊടിമീൻ ഫ്രൈ, പോട്ടിയുണ്ട്, ലിവറുണ്ട്. പിന്നെ ലിവറുണ്ട്. ലിവർ ഇല്ലാത്തവർക്ക് ലിവറൊക്കെ കഴിക്കാം ഇവിടെ. കണവയുണ്ട്, കണവ. പിന്നെ വേറെ എന്തോ വെറൈറ്റി? അപ്പം, ചപ്പാത്തി, ഇടിയപ്പം. ചപ്പാത്തി, ഇടിയപ്പം. പൊടിമീൻ ഫ്രൈ ഉണ്ട്. പിന്നെ പൊടിമീൻ ഫ്രൈ ഉണ്ട്. നല്ല ഇനം പൊടിമീനാണ്, നാടൻ പൊടിമീനാണ്. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നാടൻ ചെത്തുകളുണ്ടല്ലോ, ഇല്ലണോ? നാടൻ ചെത്തുകൾ കിട്ടത്തില്ല. സൂപ്പർ ചെത്തുകൾ നമ്മുടെ ഇവിടുത്തെ ചെത്ത്. ഓക്കെ, നമസ്കാരം. നിങ്ങളിപ്പോൾ എന്താണ് കഴിച്ചോണ്ടിരിക്കുന്നത്? തലക്കറി എങ്ങനെയുണ്ട് ഇവിടുത്തെ തലക്കറി? അടിപൊളിയാണ്. ഞാൻ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ്, ഞാൻ 20 വർഷമായിട്ട് വെളിനാട്ടിൽ ജോലി ചെയ്യുന്നതാണ്. ഞങ്ങള് മൈലത്താണ് വരുന്നത്. ഈ തലക്കറി കഴിക്കാൻ വേണ്ടി ഇവിടെ വരെ ആലോചിച്ചു. കിലോമീറ്റർ കാർ ഓടിക്കൊണ്ട്. അത് ശരി. അപ്പൊ നമ്മുടെ ജീവിതകാലം മൊത്തം ഓർത്തിരിക്കുക ഈ കറി. ഞങ്ങൾ ഈ തലക്കറി കഴിക്കാൻ വേണ്ടി 30 കിലോമീറ്റർ കാർ ഓടിക്കൊണ്ട് വന്നേ. നമ്മുടെ തല പുകഞ്ഞ് ആലോചിച്ച് ഓടി വന്നത് ഇവിടെ. ഓക്കെ. പക്ഷെ അത് മുതലായി. കാരണം ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടാണ് നമ്മളിങ്ങനെ വന്നത്. പക്ഷെ അത് നമ്മളിപ്പം മലനാട് അപ്പൂപ്പന്റെ മണ്ണിലാണ് വന്നിരിക്കുന്നത്. അപ്പൂപ്പന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ കള്ള്, ഇല്ലയോ? അപ്പൊ അതിന്റെ കൂടെ ബാക്കിയുള്ള വിഭവങ്ങളെല്ലാം കൂടെ ആയപ്പോൾ നമ്മൾ അടിപൊളിയായി. അല്ല, അങ്ങനല്ല. ഇത് ഫാമിലി ആയിട്ട് വരുന്നതല്ലേ ഇവിടെ? ഫാമിലി ആയിട്ടല്ലേ? ഒന്ന് വന്ന് കഴിച്ച് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് പിന്നീട് ഫാമിലി ഫുള്ളായിട്ട് നമ്മളെ ഒരു ദിവസം കൊണ്ടുവരികയും ചെയ്യും. ഓക്കെ, താങ്ക്സ്.